ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് ഞാൻ ബി ഫാം റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കോഴ്സും സ്കോപ്പും ഒക്കെ വെച്ചിട്ട്. അപ്പം അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ. അപ്പോൾ ഒരുപാട് കമൻസും ഒരുപാട് DM കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന്. അതിൻ്റെ അകത്ത് വന്ന കുറച്ച് കമൻസാണ് എന്താണ് ഫാം ഡീനെ കുറിച്ച് എന്താണ് അഭിപ്രായം, ഫാം ഡീനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് എന്തായാലും അത് കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, ബി ഫാം എടുക്കണം അങ്ങനെയുണ്ട്, ബി ഫാം ആണോ ഫാം ഡി വിച്ച് ഈസ് ബെറ്റർ എന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ വിചാരിച്ച് കമ്പയർ ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അതായിരിക്കും ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക്. അപ്പം മെയിനായിട്ട് ഞാൻ ജസ്റ്റ് എന്തൊക്കെ സബ്ജക്റ്റാണ് പഠിക്കേണ്ടത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണില്ല. അത് വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇത് ജസ്റ്റ് എന്താണ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സ്കോപ്പ്, എത്ര വർഷത്തെ കോഴ്സാണ്, അങ്ങനെ ഒരു ബ്രീഫ് ഒരു 5 മിനിറ്റിൽ എല്ലാ കാര്യവും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു ഇത് പറയാമെന്ന് വിചാരിച്ച്. ബി ഫാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ 4 ഇയർ കോഴ്സാണ്. അതിൽ ഇൻറ്റേൺഷിപ്പ് പീരീഡ് ഉണ്ട്. അത് വന്നിട്ട് നമുക്ക് 1 മന്താണ് ചെയ്യാൻ പറ്റുന്നത്. അത് വന്നിട്ട് ഒരു 6th സെം കഴിഞ്ഞിട്ടാണ് ഈ ഇൻറ്റേൺഷിപ്പ് പറഞ്ഞത്. നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഹോസ്പിറ്റൽ ഫാർമസിയിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഫാർമ കമ്പനി, ഫാർമ ഇൻഡസ്ട്രിയിലൊക്കെ പോയിട്ട് ഇൻറ്റേൺഷിപ്പ് ചെയ്യാം. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഫാർമ കമ്പനിയിലായിരുന്നു. ആലപ്പുഴ KSDP എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി ഉണ്ട്. അവിടെയാണ് ഞാൻ എൻ്റെ 1 മന്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇനി ഫാം ഡി വന്നിട്ട് അതൊരു 6 ഇയർ കോഴ്സാണ്. അവിടെ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് 1 ഇയർ ഇൻറ്റേൺഷിപ്പ് ചെയ്യാനാണ് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അതും ഫൈനൽ ഇയർ 6th ഇയർ ആയിരിക്കും ഇൻറ്റേൺഷിപ്പ്. അത് മെയിൻലി വന്നിട്ട് നമുക്ക് ഞാൻ ഈ ഫാം ഡി എന്ന് പറയുമ്പം നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കണം അതിൻ്റെ സ്കോപ്പും കാര്യങ്ങളൊന്നും നമുക്കിപ്പം കറൻ്റ്ലി ഇന്ത്യയിൽ അത്ര വളർന്നിട്ടില്ല, ഫ്യൂച്ചറിൽ വരും എന്നാണ് എല്ലാവരും പറയുന്നത്. ഇപ്പം ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് അബ്രോഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് മെയിനായിട്ട് ഹോസ്പിറ്റൽ ഫാർമസി മീൻസ് ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ടായിരിക്കും അത് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഇൻഡസ്ട്രിയിലൊന്നും ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റൂല എൻ്റെ ഒരു അറിവിൽ. ഞാൻ 2-3 ഫാമിലി പിള്ളേരായിട്ട് സംസാരിച്ച്, അപ്പോൾ എൻ്റെ ഒരു അറിവിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നത് ഹോസ്പിറ്റലിലായിരിക്കും നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ പറ്റണം. അടുത്തിനി ബി ഫാമിൽ പറഞ്ഞ സബ്ജക്റ്റിൻ്റെ ജസ്റ്റ് ഒരു കണക്ക് ഞാൻ പറയാം. ബി ഫാമിൽ അങ്ങനെ ഫസ്റ്റ് സെം എന്ന് പറയുമ്പോൾ 4 സബ്ജക്റ്റ്, സെക്കൻഡ് സെമ്മും 4, തേർഡ് സെമ്മ് 3, 4, 5 അങ്ങനെ വേരി ചെയ്തിട്ടാണ് ഓരോ സെമ്മിലും പഠിക്കുന്ന സബ്ജക്റ്റ്. പക്ഷെ ഫാം ഡിയിൽ ഓരോ ഇയർ, ഫാം ഡി ഇയർ ആണ് കേട്ടോ, സെമ്മല്ല ഇയറാണ്, 1 to 6 ഇയറാണ്. അപ്പോൾ ഫാം ഡിയിൽ ഓരോ ഇയർ പഠിക്കണത് 6 സബ്ജക്റ്റ് വെച്ചിട്ടാണ്. അതും നമ്മൾ എനിക്ക് തോന്നുന്നത് 4 പേപ്പർ ക്ലിയർ ആയിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് ഇയർ ബാക്ക് വരാൻ ചാൻസ് ഉണ്ടായിരിക്കും. അതുപോലെ 5th ഇയർ എത്തുമ്പോഴേക്കും എല്ലാം കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് ഇൻറ്റേൺഷിപ്പ് അതിനൊക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുള്ളൂ. അപ്പം അങ്ങനെ കുറച്ചൊരു ടഫാണ്. അതിപ്പോൾ ബി ഫാമിൻ്റെ കേസിലുണ്ട് ഇയർ ബാക്കും കാര്യങ്ങളൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് ടഫാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ ഫാം ഡി. അപ്പോൾ എനിക്കെപ്പോഴും ഇങ്ങനെ അയ്യോ പാവം അങ്ങനെ ഒരു ഇത് തോന്നും ആ ഫാം ഡി സ്റ്റുഡൻസിൻ്റെ അടുത്ത്. മീൻസ് അത് നമുക്കാണെങ്കിൽ നമുക്ക് സെമ്മ് ഒരു 6 മാസം കൂടുന്ന ടോപ്പിക്ക് പഠിച്ചങ്ങ് എക്സാം എഴുതിയാൽ പോരെ. പക്ഷെ അവർക്ക് 1 ഇയറാണ്. അപ്പോൾ എനിക്കത് ആലോചിക്കാൻ പറ്റുന്നില്ല, അതെങ്ങനെയാണ് അവർ കംപ്ലീറ്റ് ആക്കണമെന്ന് ആലോചിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അത്രയ്ക്കും പഠിക്കാനും ഉണ്ട്. 1 ഇയർ എന്നൊക്കെ പറയുമ്പം സീനാണ്. അതാണ് അതിൻ്റെ അകത്ത് പറഞ്ഞ സബ്ജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ. മീൻസ് ഞാൻ എണ്ണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം. എന്താണ് സബ്ജക്റ്റിൻ്റെ സബ്ജക്റ്റ് മീൻസ് ഓരോ സെമ്മിലും പറഞ്ഞ സബ്ജക്റ്റ്, അത് വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം. ബേസിക്കലി ഇത്രയാണ് അതിൻ്റെ ഒരു കണക്ക്. ഇനി ലാസ്റ്റ് പാർട്ടിലോട്ട് പോവാം. ഇതിൻ്റെ ഒരു സ്കോപ്പ്. ബി ഫാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരുപാട് സ്കോപ്പുള്ളൊരു സംഭവമാണ്. ബേസിക്കലി നമുക്ക് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങാം. പിന്നെന്താണ് നമുക്ക് ഇൻഡസ്ട്രി, എൻ്റെ ഫേവറേറ്റ് ഇൻഡസ്ട്രിയിൽ നമുക്ക് വർക്ക് ചെയ്യാം. നമുക്ക് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് റോൾസ് ഉണ്ട്. ഡ്രഗ് മാനുഫാക്ചറിങ്,
പിന്നെ അതിൻ്റെ ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി അഷ്വറൻസ്, റോ മെറ്റീരിയൽ സ്റ്റോർ, പാക്കേജിങ്, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. അവിടെയൊക്കെ നമുക്ക് വർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഹയർ ഇത് പഠിക്കാം. ലൈക്ക് ഇപ്പം നമുക്ക് MBA പഠിക്കാം, MPharm പഠിക്കാം. MPharm ഒക്കെ പഠിച്ച് നമുക്ക് ടീച്ചിങ്, റിസർച്ച് അങ്ങനത്തെ ഫീൽഡിലൊക്കെ പോവാം. പിന്നെ അതുകൂടാതെ നമുക്ക് ഗവൺമെൻറ് ജോബ്സ് എഴുതിയിട്ട് ഡ്രഗ് മറ്റേ അനലിസ്റ്റ് അങ്ങനത്തെ ഡ്രഗ് റെപ്രസെൻറ്റേറ്റീവ് എന്തോ മറന്നുപോയി. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങൾക്ക്. പിന്നെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി. അപ്പം ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ DPharmൻ്റെ കാര്യം വന്നിട്ട് DPharm അല്ല, PharmDയുടെ കാര്യം പറയുകയാണെങ്കിൽ ലൈക്ക് അവർക്ക് മെയിനായിട്ട് ക്ലിനിക്കൽ ഫാർമസി മീൻസ് ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ് ഇവരെന്ന് പറയുമ്പോൾ മെയിൻലി നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ ഡോക്ടറിൻ്റെയും പേഷ്യൻ്റെയും ഇടയ്ക്ക് നിൽക്കണം, ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്യുന്ന ആളാണ് ഈ PharmDക്കാരെന്ന് പറയുന്നത്. അതായത് ഡോക്ടർ ഇപ്പം പ്രിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ എഴുതും. അപ്പോൾ നമ്മളതിനെ നോക്കിയിട്ട് ലൈക്ക് പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കണം ഈ മരുന്ന് എന്തിനാണ് കഴിക്കണത്, ലൈക്ക് ഇത് ഇതിന് ഇങ്ങനെയൊക്കെ, ഇത് ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സൈഡ് എഫക്ട്സ് ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ചില ഗുളിക കഴിച്ചാൽ നമുക്ക് ഗ്യാസ് പ്രോബ്ലം ഉണ്ടാവും, സോ നമ്മൾ ഗ്യാസിൻ്റെ ഗുളിക നേരത്തെ കഴിക്കണം. അങ്ങനെ നമ്മൾ എഡ്യൂക്കേറ്റീവ്ലി അതായിരിക്കും ഒരു മെയിൻ റോള്. പിന്നെ അതുകൂടാതെ നമുക്ക് ലൈക്ക് എന്തെങ്കിലും ഇപ്പോൾ ഡോക്ടർ എഴുതിയാൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് പറയാം, ഡോക്ടർ ഇതെഴുതിയത് അത് തിരുത്തണത്. അപ്പോൾ അത് അവരൊരു പണിയാണ്. പിന്നെ നമുക്ക് പേഷ്യൻറ്റിന് കൗൺസിലിംഗ് കൊടുക്കണത്, ഇതൊക്കെ ഈ PharmDക്കാരുടെ ഒരിതാണ്. ഇത് കൂടാതെ മെയിൻലി മെഡിക്കൽ റൈറ്റിംഗ്, അതുപോലെ ഫാർമക്കോ വിജിലൻസ്, ഇതൊക്കെ ഓരോ ടേമാണ്. അത് വിശദമാക്കുന്നില്ല ഞാൻ, ജസ്റ്റ് ഓക്കെ. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫീൽഡ്, ഫാർമക്കോ വിജിലൻസ്, അപ്പോൾ ഇങ്ങനത്തെ കുറേ ഫീൽഡിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ലിമിറ്റഡ് ഇതാണ്, ലൈക്ക് ഇവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ അബ്രോഡിലാണ് കുറേ ജോബ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പഠിച്ചിട്ട് പുറത്തൊക്കെ പോയി വർക്ക് ചെയ്താൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഇവിടെ കറൻ്റ്ലി ഓപ്ഷൻസ് കുറവാണ്. അതുപോലെ പിന്നെ ഇവർക്ക് ഗവൺമെൻറ് ജോബ് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. അങ്ങനെ ഗവൺമെൻറ് എക്സാം PSC കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റൂല എന്നാണ് എൻ്റെ ഒരു അറിവിൽ. സോ അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്, DPharm PharmD തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. അപ്പം നമ്മളിങ്ങനെ ചൂസ് ചെയ്യുമ്പോഴേക്കും നമ്മൾ ഇപ്പോഴേ ഇങ്ങനെ ആലോചിക്കണം, ലൈക്ക് എനിക്കിപ്പം ഡോക്ടറേറ്റും വേണം, ലൈക്ക് ഇങ്ങനെ പുറത്തു പോകാനാണ് താല്പര്യം, അതുപോലെ പേഷ്യൻ്റ് കെയറിലൊക്കെ നിൽക്കാനാണ് ഇഷ്ടം എന്നൊക്കെയാണെങ്കിൽ ചൂസ് ചെയ്തോ, PharmD കണ്ണടച്ച് ചൂസ് ചെയ്തോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോഴേ നമ്മൾ ഇപ്പം എനിക്ക് ഇൻഡസ്ട്രിയിൽ പോകണം, ലൈക്ക് അല്ലെങ്കിൽ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആവണം, ഇങ്ങനെയൊക്കെ മനസ്സിലുള്ളവരാണെങ്കിൽ DPharm ചൂസ് ചെയ്യണം. അതാണ് ഓപ്ഷൻ. അതാണ് ബെറ്റർ ഓപ്ഷൻ എന്നല്ല, അതേ ഉള്ളൂ ഓപ്ഷൻ. ഓക്കെ, സോ ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ഒന്നേ DM ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ബിലോ. സോ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.